നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സകല ലോകത്തിന്റെയും രക്ഷയും പ്രത്യാശയുമായ ഞങ്ങളുടെ കർത്താവായ യേശുവേ, അനുഗ്രഹീതമായ നല്ല വിശുദ്ധമായ ഒരു ദിവസവും കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. നിന്റെ തിരുജനനത്തിന്റെ ആഘോഷം അനുഭവമാക്കുന്ന ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ ആലയത്തിലേക്ക് വരാനും നിന്നെ ആരാധിക്കുവാനും ലഭിച്ച ഭാഗ്യമോർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ തേടി മണ്ണിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനെ ആരാധിക്കുവാൻ, രക്ഷകന്റെ വചനം വായിച്ച് ധ്യാനിക്കുവാൻ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധമായ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും സമാധാനത്തോടും ക്ഷേമത്തോടും കരുതേണമേ. ആരാധനയിലൂടെ രക്ഷകന്റെ സ്നേഹം അനുഭവിക്കുവാൻ, കൃപകൾ പ്രാപിക്കുവാൻ കർത്താവെ തുണയ്ക്കണമേ. നാഥന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുകയാണ്. രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി 31-ാമത്തെ ജ്ഞാനകീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങൾ 31. വാഴ്ത്തിൻ വാഴ്ത്തിൻ യേശു രക്ഷകനെ വാഴ്ത്തിൻ. യേശുരക്ഷകനെ വാഴ്ത്തി പാടിൻ തന്റെ അത്ഭുത സ്നേഹത്തെ ആർത്തിടുന്നു മഹത്വ ദൈവദൂതന്മാർ കീർത്തിപ്പിൻ തൻ വിശുദ്ധ നാമത്തെ. തൻ മക്കളെ ഇടയൻ പോലെ കാക്കും, തൻ കൈകളിൽ വഹിക്കുന്നു സദാ. വാഴ്ത്തി വാഴ്ത്തി കർത്തന്മാർ മഹത്വം വാഴ്ത്തി കീർത്തിപ്പിൻ തൻ വിശുദ്ധ നാമത്തെ. വാഴ്ത്തി വാഴ്ത്തി യേശുരക്ഷകനെ വാഴ്ത്തി പാപികൾക്കായി പാടിട്ടു മരിച്ചു. കർത്തൻ പാറ നിത്യരക്ഷയിൽ പ്രത്യാശ ക്രൂശേറിയ യേശുവെ വാഴ്ത്തിടിൻ. ക്ലേശമെല്ലാം സഹിച്ചതോർത്തു സ്തോത്രം ചെയ്വിൻ തന്റെ അത്ഭുത സ്നേഹവും. വാഴ്ത്തിൻ വാഴ്ത്തിൻ കർത്തന്മാർ മഹത്വം വാഴ്ത്തിൻ കീർത്തിപ്പിൻ തൻ വിശുദ്ധ നാമത്തെ. വാഴ്ത്തിൻ വാഴ്ത്തിൻ യേശുരക്ഷകനെ വാഴ്ത്തിൻ വാഴും വാഴ്ത്തിൻ വസന്ത പാടുവിൻ. വാഴും യേശു രക്ഷകനെന്നും എന്നേക്കും വാഴിക്കാപ്പു ലോഹിതരാജരാൻ. ലോകത്തെയും ജയിച്ചു വരും യേശു മാനം ശക്തി കർത്തനുള്ളതല്ലോ. വാഴ്ത്തിൻ
മഹത്വം വാഴ്ത്തിൻ കീർത്തിപ്പിൻ തൻ വിശുദ്ധനാമത്തെ. ആരാധനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമ്മുടെ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വസ്ത്രങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. അവൻ കരുണയും ക്ഷമയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ രക്ഷകനായ യേശുവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധമായ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാബലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകും. ആകയാൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് പകരാം. നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് മനസ്സാന്തരപ്പെടാം.
പാപങ്ങൾ ക്ഷമിക്കുവാൻ യോഗ്യനായവന്റെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നവന്റെ മുൻപാകെ അല്പസമയം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമായ മനസ്സോട് നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം സെഫന്യാവ് 3-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുക. സെഫന്യാവ് 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരെയും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകയും ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ഒന്നാം വേദപാഠം വായിച്ച് അവസാനം. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള പ്രത്യേക സങ്കീർത്തനം 43 നമുക്ക് വാക്യം പ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരേണമേ. ഭക്തികെട്ട ജാതിയോട്
എന്റെ വ്യവഹാരം നടത്തേണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. നീ എന്റെ ശരണമായ ദൈവമല്ലോ. നീ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതുമെന്ത്? നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ചെല്ലും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞെരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശകരക്ഷയും എന്റെ ദൈവവുമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ഇന്ന് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ 13 വരെ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ഇവിടെ രണ്ടാം പാഠം വായിച്ചവസാനിക്കും. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള ദൈവ വചനം കേൾക്കുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസേഫ് ഉറക്കം ഉണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല.
മകന് അവൻ യേശു എന്ന പേര് വിളിച്ചു. ഇവിടെ സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ ക്രിസ്തീയ ഗീതങ്ങളിൽ നിന്നും 147-ാമത്തെ ഗീതം, സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവ, പാപബന്ധം നീക്കി എന്നിൽ നിന്നൻ പ്രിയനാഥ എന്നാരംഭിക്കുന്ന ഗീതം നമുക്ക് ചേർന്ന് പാടാം. സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവാ, സ്വന്തം നിനക്കിനി ഞാൻ യേശുദേവാ, പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ, പാപബന്ധം നീക്കെന്നിൽ നിന്നൻ പ്രിയനാഥ. സന്തോഷമെന്നു പേൻ വഴി നടന്നേ, സന്തോഷമെന്നു പേൻ വഴി നടന്നേ, അതു ചതിവെന്നുണർന്നു നിന്നോടടുത്തു വന്നേ, അതു ചതിവെന്നുണർന്നു നിന്നോടടുത്തു വന്നേ. ഇമ്പം പാപം തരുവെന്നഴിഞ്ഞു ചെയ്തേ, ഇമ്പം പാപം തരുവെന്നഴിഞ്ഞു ചെയ്തേ, അതുവേറെ തുമ്പം തന്നതായി ഭയന്നു വന്നേ, അതുവേറെ തുമ്പം തന്നതായി ഭയന്നു വന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം മാംസം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ മധ്യേ പാർക്കുവാൻ സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ഏകപുത്രനായ യേശുവേ, ഞങ്ങളുടെ കർത്താവേ, നിന്റെ വചനം വായിച്ചു കേൾക്കാനും ധ്യാനിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ജീവിപ്പിക്കുന്ന വചനം കേൾക്കാനും അനുസരിക്കാനും നിത്യജീവന അവകാശികളായി തീരാനും കർത്താവേ ഞങ്ങളെ തുണയ്ക്കണമേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. രക്ഷകനായ യേശുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. സകല ലോകത്തിന്റെയും പ്രത്യാശയാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ലൂക്കോസ് ദൈവാവതാരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു പ്രയോഗം സകല ലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്നാണ്. സകല ലോകത്തിനും, മനുഷ്യന് മാത്രമല്ല ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ക്രിസ്തുവിന്റെ അവതാരം രക്ഷപ്രദാനം ചെയ്യുന്നതാണ്. പ്രപഞ്ചമാകമാനം ആ രക്ഷ ദൈവം പ്രദാനം ചെയ്യുന്നു. സകലത്തിന്റെ വീണ്ടെടുപ്പും നവീകരണവും രൂപാന്തരവും പുനർനിർമ്മാണവും, ചിലതിനെ തകർത്തിട്ട് അതിലും മെച്ചപ്പെട്ടതിനെ വാർത്തെടുക്കലും, അങ്ങനെ പല മുഖാന്തരങ്ങളിലൂടെ ദൈവം ചരിത്രത്തിൽ ഇടപെടുകയും ചരിത്രത്തെ നിത്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദൈവാവതാരത്തിന്റെ ക്രിസ്തുമസിന്റെ ഒക്കെ ആകെ തുക വീണ്ടെടുപ്പ് എന്നുള്ളത് തന്നെയാണ്.
43-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശക രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. സ്തുതികൾ ഉയരുന്നത് വിശ്വാസത്തിൽ നിന്നും ധൈര്യത്തിൽ നിന്നും ദൈവികമായ ബന്ധത്തിൽ നിന്നുമാണ്. പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രയാസങ്ങളുടെ വേളയിൽ പക്ഷെ അതിന് സാധിച്ചുവെന്ന് വരത്തില്ല. എന്നാൽ ഹൃദയം ധൈര്യപ്പെട്ടിരിക്കുമ്പോൾ, വിശ്വാസത്തിൽ ക്ഷീണിക്കാതിരിക്കുമ്പോൾ സ്തുതി കരയേറ്റുവാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. നാം ജീവിക്കുന്നതും കടന്നു പോകുന്നതും ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലൂടെ. ക്രൈസ്തവ സഭയുടെ വലിയ നോമ്പിന്റെ കാലത്തായിരുന്നു കോവിഡിന്റെ പ്രയാസം ലോകത്തിലേക്ക് ക്രമേണ വ്യാപിച്ചുകൊണ്ടേയിരുന്നത്. ഒരു ലോക്ക്ഡൌണിൽ ആ നോമ്പുകാലം ഒരു നോവുകാലമായി കടന്നുപോയി. വീണ്ടും സഭ ഒരു നോമ്പുകാലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ദൈവത്തിന്റെ മർത്യാവതാരത്തിന്റെ ഓർമ്മ പുതുക്കുന്ന നോമ്പുകാലം. ഇപ്പോഴും ലോകം ആകുലതകളിലാണ്, ആശങ്കകളുണ്ട്, വിഷാദിക്കുന്ന അവസ്ഥയുണ്ട്, നിരാശയുടെ അനുഭവങ്ങളുണ്ട്, സങ്കടമുണ്ട്. ആദിവ്യാധികളെല്ലാം നമ്മുടെ ചുറ്റുപാടുകളിലും. ആ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ ഈ ക്രിസ്തുമസിനെയും ആഘോഷിക്കാനായി പോകുന്നത്. എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ന്. തീർച്ചയായിട്ടും മനുഷ്യരൊക്കെയും ഒരു ഞരക്കത്തിന്റെ ആകുലതയുടെ വക്കിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ചോദ്യമുയർത്തുന്ന സങ്കീർത്തനക്കാരൻ തന്നെ അതിന് മറുപടി തരുന്നു. നാം കടന്നു പോകുന്ന ഈ പ്രതികൂലങ്ങളെ അതിജീവിക്കാൻ, നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാൻ, നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കൽപ്പിക്കാൻ, നാം അഭിമുഖീകരിക്കുന്ന രോഗാവസ്ഥകൾക്ക് സൗഖ്യം കണ്ടെത്തുവാൻ എന്താണ് പരിഹാരമാർഗം? ആ പ്രതിസന്ധികളെ മാനസികമായും ശാരീരികമായും ആത്മീയമായും നേരിടുവാൻ, അതിജീവിക്കാൻ, അതിന് മറുപടി കണ്ടെത്തുവാൻ എന്ത് ചെയ്യണം? അതിനുത്തരവും സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്. 43-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യത്തിൽ തന്നെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്താണ്? അവനാണ് എന്റെ മുഖപ്രകാശക രക്ഷ, എന്റെ ദൈവവും അവൻ തന്നെയാണ്. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളോട് കടന്നു പോകുമ്പോഴും ദൈവഭക്തന്റെ ഉറപ്പ് എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പ്രത്യാശയാണ്. ദൈവം അതിന്റെ മധ്യയുണ്ട് എന്ന ഉറപ്പാണ്. ദൈവം എന്നോട് കൂടെയുണ്ട് എന്ന ധൈര്യമാണ്. ക്രിസ്തുമസ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു വലിയ ഉറപ്പ് അതാ. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന ഉറപ്പ്. അതൊരു പ്രത്യാശയുടെ പൂർത്തീകരണമാണ്. അതൊരു പ്രത്യാശയാണ്. 20-ാം നൂറ്റാണ്ടിൽ വളർന്നു വന്ന അനുഗ്രഹീതമായ ദൈവശാസ്ത്ര ശാഖയായിരുന്നു പ്രത്യാശ ദൈവശാസ്ത്രം. തിയോളജി ഓഫ് ഹോപ്പ് ജർഗൻ മോൾട്ട്മാൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞന്റെ അനുഗ്രഹീതമായ ധ്യാനം, ചിന്ത. പ്രത്യാശ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ഇങ്ങനെയാണ്: ദൈവം വാഗ്ദത്തങ്ങൾ തരുന്നു, പ്രോമിസ് ചെയ്യുന്നു. ദൈവം കേവലം വെറുതെ പ്രോമിസ് ചെയ്യുക മാത്രമല്ല, അത് കാലമാകുമ്പോൾ, സമയമാകുമ്പോൾ ആ പ്രോമിസിനെ നിവർത്തിക്കും. തരാമെന്ന് പറഞ്ഞാൽ തരും,
ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെയ്യും, വരാമെന്ന് പറഞ്ഞാൽ വരും, കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ കൂടെ ഇരിക്കും, വീണ്ടെടുക്കാമെന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കും, ഒരു മുള പൊട്ടി പുറപ്പെടുമെന്ന് പറഞ്ഞാൽ ആ മുള പൊട്ടി പുറപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് ദൈവം പ്രോമിസ് ചെയ്യുന്നു, ആ പ്രോമിസസ് ഒക്കെ നിവൃത്തീകരിക്കപ്പെടുന്നു. അങ്ങനെയാണ് പ്രവചനം ഉണ്ടായിരുന്നല്ലോ. യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, ഇശ്ശായിയുടെ കുത്തിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞതാണ്. തലമുറകൾ കുറെ കടന്നുപോയി. ദൈവം കാലത്തെ ഒരുക്കി. കാലസമ്പൂർണതയായപ്പോൾ ആ പ്രവചനം നിവൃത്തിയായി. ദാവീദിന്റെ സന്തതിയായി ദൈവപുത്രനായി രക്ഷകൻ ഈ മണ്ണിൽ അവതരിച്ചു. ഇതാണ് ദൈവത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ദൈവം വാക്ക് തരുന്നു, ആ വാക്കുകളെ സമയത്ത് നിവർത്തിക്കുന്നു. എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യാശയിൽ ഉറപ്പുള്ളവരായിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ കൃത്യമായ സമയത്ത് അത് നിർവഹിക്കപ്പെടുക തന്നെ ചെയ്യും. കാരണം ചരിത്രം മെനയുന്ന ദൈവം ഓരോരുത്തരുടെ നന്മയ്ക്കും അനിവാര്യമായത് എന്തെന്ന് കണ്ടിട്ടാണ് ഈ ചരിത്രം മെനഞ്ഞുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ സങ്കടങ്ങൾ ഒരുപക്ഷെ നാളത്തേക്കുള്ള വലിയ നന്മയ്ക്കുള്ള ഒരു മുന്നൊരുക്കമായിരിക്കാം. എന്ന് പറയുന്നത് ദൈവം നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നത് കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീരുന്നതിന് വേണ്ടിയാണ്. പറയുന്നത് ദൈവത്തിങ്കലേക്ക് പ്രത്യാശ വയ്ക്കുക എന്നതാണ്. ആ പ്രത്യാശയാണ് ക്രിസ്തുമസിലൂടെ, ക്രിസ്തുവിന്റെ ഒന്നാമത്തെ ആഗമനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുക. മത്തായിയുടെ സുവിശേഷം നാം വായിച്ചു കേട്ട ഭാഗത്തൊക്കെ ക്രിസ്തുവിന്റെ അവതാരത്തെ കുറിച്ചുള്ള ദൈവികമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എങ്ങനെയാണ്, എപ്രകാരമായിരുന്നു ദൈവം മനുഷ്യനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് എന്നതിന്റെ ഓർമ്മകളാണത് തരുന്നത്. ദൈവത്തിന്റെ ഇടപെടലാണ്, ദൈവചരിത്രത്തിൽ ഇടപെടലാണ്. മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തകൾക്കും കഴിവുകൾക്കും വിദ്യാഭ്യാസത്തിനും ഒക്കെ അപ്പുറമായിട്ട് ദൈവത്തിന് ഇടപെടലിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് കൂടെ കാണാൻ കഴിയുക. ദൈവം വാഗ്ദത്തങ്ങളെ തരിക മാത്രമല്ല, അതിനെ നിവർത്തിക്കുക കൂടി ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിലേക്കുള്ള പ്രത്യാശയോടുകൂടി വേണം ക്രിസ്തുവിലേക്ക്, ക്രിസ്തുമസിലേക്ക് ചരിത്രത്തിൽ നാം ജീവിക്കേണ്ടുന്നത്. നിരാശയോടുകൂടി ജീവിക്കാനില്ല, നൊമ്പരത്തോടുകൂടി ജീവിക്കാനില്ല. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ എന്നെ പര്യാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പോടുകൂടി, ധൈര്യത്തോടുകൂടി ഈ പ്രതികൂലങ്ങൾ അതിജീവിക്കുവാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അത് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന്റെ മനുഷ്യനായി തീരാനുള്ള തീരുമാനം അനേകം നാളത്തെ ദൈവികമായ ഒരു ലക്ഷ്യമായിരുന്നു, ഒരു ഹിതമായിരുന്നു. വീണ്ടെടുപ്പിന്റെ സന്ദേശവുമായി ദൈവം മനുഷ്യനായി തീർന്നത് ഈ ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടികളെയും ഒക്കെ അത്രമേൽ സ്നേഹിച്ചത് കൊണ്ടാണ്. നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിന് വീണ്ടെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. ഒന്നാമത് പ്രത്യാശ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ ഉറപ്പും കാത്തിരിപ്പും. രണ്ടാമത് ക്രിസ്തുവിന്റെ ജനം നമുക്ക് തരുന്ന ഒരു വലിയ ധൈര്യം, ദൈവം എപ്പോഴും തന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളോട് കൂടെയുണ്ട് എന്ന ഉറപ്പാണ്. യോസേഫും മറിയയും ഗബ്രിയേൽ ദൂതനും ദൂതനയച്ച ദൈവവുമൊക്കെ ആ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത്. ചില ആകുലതകൾ, ആശങ്കകളൊക്കെ അവിടെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും കുറച്ചുകൂടി വ്യക്തമായ മറുപടിയാണ് ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 26 വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി
അത് മറിയയും ഗബ്രിയേൽ ദൂതൻ തമ്മിലുള്ള സംഭാഷണത്തിലൂടെ അത് കുറെ കൂടി വ്യക്തമാക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആത്യന്തികമായി മറിയയിലൂടെ ദൈവം അവതരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ തന്നെയാണ്. പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സൃഷ്ടി ശക്തിയാണ്. ഭാരതീയനായ ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ഹോളി സ്പിരിറ്റ് ഇസ് കോസ്മിക് പവർ, കോസ്മിക് എനർജി. പ്രപഞ്ചത്തിന്റെ ഊർജമാണ് പരിശുദ്ധാത്മാവ്. സൃഷ്ടിക്കുവാൻ, നിർമ്മിക്കുവാൻ, രൂപപ്പെടുത്തിയെടുക്കുവാൻ, മനോഹരമാക്കി മെനയുവാൻ ശക്തമായ ദൈവത്തിന്റെ ഉപാധിയാണ്, ദൈവത്തിന്റെ സൃഷ്ടിശക്തിയാണ് പരിശുദ്ധാത്മാവിലൂടെ കാണുവാൻ കഴിയുക. ഇവിടെ ഒരു വീണ്ടെടുപ്പുകാരൻ പരിശുദ്ധാത്മാവിലൂടെ വരുന്നത് ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ഒരു മകൻ ജനിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ദൈവം നമ്മോട് കൂടെ എന്നതാണ് അതിന്റെ അർത്ഥം. ഇതൊരു ധൈര്യമാണ്, ഇതൊരു ബലമാണ്. ആരും കൂടെ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ സങ്കടങ്ങളിലൊന്ന്. കേൾക്കാൻ ആരുമില്ല, അടുത്തിരിക്കാൻ ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല. അങ്ങനെ കുറെ ആകുലതകൾ, ആശങ്കകളുടെ മധ്യത്തിൽ ഇതൊരു വലിയ ധൈര്യപ്പെടുത്തലാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന ഒരു ധൈര്യപ്പെടുത്തൽ, അത് ജീവിതത്തിൽ കരുത്തു പകരുന്ന ഒരു കാര്യം തന്നെ. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ധൈര്യപ്പെടുത്തൽ. ആ ധൈര്യത്തോടു കൂടി വേണം നാം ജീവിതത്തെ സന്തോഷകരമാക്കി തീർക്കേണ്ടതുണ്ട്. എന്നെ കാണുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവം, ആ ദൈവം നമ്മെ നേർവഴി കാണിക്കുന്ന ഒരു ശക്തിയാണ്, നേർവഴി കാണിക്കുന്ന ഒന്ന് തന്നെ. അത് യോസഫ് പറയുന്നത്, തിന്മ ചെയ്യാൻ അവസരമുണ്ടായപ്പോഴും യോസഫ് പറയുന്ന ഒരു കാര്യം, എന്റെ ദൈവം എന്നെ കാണുന്നു എന്നതാണ്. എന്റെ ദൈവം എന്നെ കാണുന്നു എന്നതാണ്. അത് തെറ്റായ രീതിയിലേക്ക് പോകാതെ നേർവഴിയിൽ സഞ്ചരിക്കാൻ, നീതിമാർഗം സഞ്ചരിക്കുവാൻ ഒരു മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഒന്നാണ് നമ്മോട് കൂടിയുള്ള ദൈവ സാന്നിധ്യം. തെറ്റിലേക്ക് തിരിഞ്ഞു പോകാതെ നേർവഴിയിലേക്ക് പോകാൻ, സഞ്ചരിക്കാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ഒരു ബാധ്യത ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ തെറ്റിപ്പോകാനല്ല, മറിച്ച് നേർവഴിയിൽ സഞ്ചരിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യും. ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ പ്രതികൂലങ്ങളെ തരണം ചെയ്യാനും മാനസികമായി കരുത്തു പ്രാപിക്കാനും നമുക്ക് സാധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അത് അപ്പോസ്തലന്മാരും വിശ്വാസവീരന്മാരും ഒക്കെ നമുക്ക് തരുന്ന വലിയ ഉറപ്പാണ്. ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പ്. തീയിലായാലും, സിംഹക്കുഴിയിലായാലും, വെള്ളത്തിലായാലും, ചേർന്നുകുഴിയിലായാലും, എന്ത് പ്രതിസന്ധി മധ്യത്തിലായാലും ആ ഉറപ്പ് എന്ന് പറയുന്നത് ദൈവം എന്നെ കേൾക്കുന്നു, എന്നെ സഹായിക്കുന്നു എന്ന ഒരു വലിയ ധൈര്യപ്പെടുത്തലാണ് അവിടെ കാണാൻ കഴിയുക. ദൈവം നമ്മോട് കൂടെയുണ്ട് എങ്കിൽ അനേക പ്രതികൂലങ്ങളെ തരണം ചെയ്യാനുള്ള കരുത്ത്, വഴികളെ അവൻ നമുക്ക് തുറന്നു തരിക തന്നെ ചെയ്യും. അത് സൗഖ്യമാക്കുന്ന ഒരു ശക്തി കൂടിയാണ്, അത് വീണ്ടെടുക്കുന്ന ശക്തി കൂടിയാണ്. ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന ഒരു വലിയ ഉറപ്പ് ജീവിതത്തിൽ നേർപാതയിലൂടെ നയിക്കാൻ, ധൈര്യപ്പെടുത്താൻ, വീണ്ടെടുക്കാൻ, നാം എന്തിലേക്ക് നയിക്കാനും യോഗ്യനായ ഒരു കർത്താവുണ്ട്. പറയുന്നത് അവന് യേശു എന്ന പേർ വിളിക്കണം. യേശു എന്ന് പറഞ്ഞാൽ യഹോവ എന്റെ രക്ഷയാകുന്നു എന്ന്. ദൈവത്തിന്റെ രക്ഷ നമുക്ക് വളരെ അടുത്ത് ലഭിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവനാണ്. അവനെ കുറിച്ചുള്ള അറിവ്, അവനെ അറിയുന്നത് തന്നെ, അവനെ അനുഭവിക്കുന്നത് തന്നെ, അവനെ ആരാധിക്കുന്നത് തന്നെ, അവനിലായിരിക്കുന്നത് തന്നെയാണ് രക്ഷ എന്ന് പറയുന്ന ജീവിതാനുഭവം. അത് മരണത്തിന് ശേഷം ലഭിക്കുന്ന ഒന്നായിട്ട് മാത്രം കരുതാതെ നിത്യജീവിതത്തിൽ തന്നെ കർത്താവിനോടുകൂടി ജീവിച്ച് രക്ഷയുടെ വർത്തമാനകാല അനുഭവം അനുഭവിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്തുമസ് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് പറയുന്ന
ഒരു വലിയ ധൈര്യമാണ് നമുക്ക് തരിക. അതുകൊണ്ട് തീർച്ചയായും നാം ജീവിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ വേളയിൽ ഓർക്കുക, ദൈവം പ്രത്യാശയാണ്. കാരണം അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് നിവർത്തിക്കുന്നില്ല. രണ്ടാമത് ദൈവം നമ്മോട് കൂടെയുള്ള സൃഷ്ടിശക്തിയാണ്, നമ്മോട് കൂടിയുള്ള ബലമാണ്. പ്രതികൂലങ്ങൾ ജീവിക്കുവാൻ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ, ജീവിതം നിരാശ കൊണ്ടുപോകാതെ ധൈര്യമായി തീരുവാൻ എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന, എന്റെ പ്രാർത്ഥനകൾക്ക്, എന്റെ ആരാധന സ്വീകരിക്കുന്ന, എന്റെ വിശ്വാസ ജീവിതത്തിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പ്രത്യാശ മുന്നോട്ട് പോകാം. ഈ ക്രിസ്തുമസും ഈ ആഘോഷങ്ങളും ഒക്കെ അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ അതിനു വേണ്ടി സഹായിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ചേർന്നുറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിനെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക്കാ സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആഗമനത്തിൽ മൂന്നാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ രക്ഷയുടെയും പ്രത്യാശയുടെയും ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന ഒരു പുതിയ സ്വർഗത്തിന്റെയും ഭൂതലത്തിന്റെയും പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതോ നിന്നെ സ്തുതിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധിയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ രക്ഷകനായ ദൈവം ഞങ്ങളോടുകൂടെ നടന്ന് അങ്ങേക്ക് പ്രിയമുള്ളവരായി ജീവിക്കുവാൻ ശക്തിയും നൽകണമെന്നും നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു.
ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സത്യസ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങൾ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തേണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിക്കും.
നമ്മുടെ തലകളെ നമുക്ക് വണക്കുകയും ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കുകയും ചെയ്യാം. ഹൃദയം തകരുന്ന വേളകളിൽ, നിരാശ ബാധിക്കുന്ന വേളകളിൽ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, കർത്താവിന്റെ പ്രത്യാശയാകുന്നു, കർത്താവിന്റെ മുഖപ്രകാശ രക്ഷയാകുന്നു എന്ന ദൈവികമായ വചനം. ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി, വിശ്വാസമുള്ളവരായി, ധൈര്യമുള്ളവരായിരിക്കുവാൻ, ഇമ്മാനുവേലായി ദൈവത്തെ അനുഭവിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും കുടുംബത്തിന്റെ ആവശ്യങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെയും ഒക്കെ സർവശക്തനായ ദൈവത്തോട് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ വളരുവാൻ, വിശ്വാസത്തിൽ ബലപ്പെടുവാൻ തമ്പുരാനോട് മധ്യസ്ഥത അണയ്ക്കാം. ഈ ക്രിസ്തുമസ് നാളുകൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, കാത്തിരിക്കുവാൻ, വിശ്വസിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നീ ഇമ്മാനുവേലായി എന്നും ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നന്ദി പറയുന്നു. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും, ദുഃഖം വന്നാലും, സങ്കടം നേരിട്ടാലും ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ദൈവം എന്നോട് കൂടെയുണ്ട്. അടിയങ്ങൾ കടന്നു പോകുന്ന പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ, നിരാശയുടെ മധ്യേ പ്രത്യാശിക്കുവാനുള്ള കൃപ അടിയങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, ആത്മാവ് കൊണ്ട് കർത്താവിനെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും രക്ഷ പ്രാപിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇമ്മാനുവേലായ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ നീതിയുടെ മാർഗത്തിൽ നിത്യജീവന്റെ വഴിയിലേക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളുടെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവ് കുടുംബത്തിന്റെ ദാനമാണല്ലോ. ഞങ്ങളുടെ കുടുംബങ്ങൾ സമാധാനവും സന്തോഷവും ഐക്യമധ്യവും ഐശ്വര്യം വർദ്ധിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങൾക്ക് ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ചുറ്റുപാടുകളെ അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേൽ നാഥന്റെ കൃപകളും അനുഗ്രഹവും പകരണമേ. കർത്താവായ യേശുവേ, അടിയങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. രോഗികളുണ്ട്, ക്ഷീണിതരുണ്ട്, ആവശ്യഭാരങ്ങൾ ഇരിക്കുന്നവരുണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, കോവിഡ് പ്രയാസങ്ങൾ നേരിടുന്ന വ്യക്തികളും കുടുംബവും ദേശവുമുണ്ട്. പലവിധമായ പ്രയാസം കടന്നു പോകുന്ന കുടുംബങ്ങളും മക്കളും എല്ലാവരുടെ മേലും നിന്റെ നന്മയും കരുണയും ആയുഷ്കാലത്തോടെ നീ പകർന്നു കൊടുത്തവരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കരുതണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ബാല്യക്കാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാരുടെ കർത്താവിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതങ്ങളെ കർത്താവ് മാനിക്കണമേ. മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ജീവിത പങ്കാളികളെ കരുതണമേ. വാർദ്ധക്യത്തിൽ നിൽക്കുന്ന അമ്മച്ചിമാരെ കരുതണമേ. കർത്താവ് എങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരും കൃപകളെ നീ പകരണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയങ്ങളുടെ ഈ ആഴ്ചത്തെ ക്രിസ്മസ് ആരാധനകളും ക്രിസ്മസ് പ്രവർത്തനങ്ങളും ഒക്കെ മാനിക്കണമേ. ദൈവനാമത്തിന് പുകഴ്ചയ്ക്ക് വേണ്ടി ആ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള കൃപയും ദിശാബോധവും അടിയങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുക, സൗഖ്യമാക്കണമേ. ഭവനങ്ങളായിരിക്കുന്ന അച്ഛന്മാരും അമ്മച്ചമാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ബലവും കൃപയും കൊടുത്ത് ദോഷമൊന്നും കൂടാതെ അവരെ കരുതണമേ. അടിയങ്ങൾ ദേവാലയത്തെ, കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
എല്ലാവരുമേലും കർത്താവിന്റെ കൃപയും കാവലും അയക്കണമേ. കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അടികൾ കടന്നു പോകുന്ന ഈ പ്രതികൂലങ്ങളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ കർത്താവിനെ ആസ്വദിക്കുവാനും അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നിന്റെ കൃപയാർന്ന കരങ്ങളിലേക്ക് അടിയങ്ങളുടെ സകലവിധമായ ആവശ്യം ഏൽപ്പിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരോർക്കും എല്ലാവരും കരുണ കാണിക്കണമേ. ഞങ്ങളുടെ എല്ലാ തലമുറകളും കർത്താവ് അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ സകലവിധമായ ആവശ്യങ്ങളെയും പിതാവിനെന്ന പോലെ ഞങ്ങൾ അറിയിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം, അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. രക്ഷകൻ ഇമ്മാനുവേലുമായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നൽകിയ നന്മകൾക്ക് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയം മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നതിനും ഈ ഐശ്വര്യ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിലവിലെ സ്നേഹത്തിനു വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്ന ഞങ്ങൾ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു ഞങ്ങളുടെ തലങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലാകരണ തക്കതായ ബോധം ഞങ്ങൾക്ക് തരയണമെന്നും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ നിന്റെ ജനങ്ങളുടെ പ്രാർത്ഥനകളെ കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്റെ കാര്യങ്ങളെ ചെയ്യേണ്ടതാകുന്നു ഞങ്ങൾ കണ്ടറിയുവാനും അവ വിശ്വസ്തയോടെ നിവർത്തിപ്പാനും ഞങ്ങൾ കൃപയും ശക്തി ലഭിപ്പാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപ അരുളേണമേ. നമ്മുടെ സ്തോത്രദാനങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി ഹൃദയങ്ങൾ ഒരുക്കുവാൻ 96-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 96 നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. എൻ രക്ഷകാ മറക്കല്ലേ, നിലവിളി കേൾ. നമ്മെയും നമ്മുടെ ദാനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുവിൽ നൽകിയപ്പോൾ അവനോടുകൂടെ സകലവും ഞങ്ങൾക്ക് ദാനമായി നൽകുകയും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം കരേറ്റുന്നു. ഈ ദാനങ്ങളെയും
ഇത് അർപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവേ നീ അനുഗ്രഹിക്കണമേ. ഈ ദാനങ്ങളെ നീ വാഴ്ത്തണമേ. ദൈവനാമത്തിന് ഉപേക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ ഞങ്ങൾക്ക് ആത്മീയ വിവേകവും കൃപയും തരയണമേ. കർത്താവേ, നിനക്ക് വേണ്ടി ദാനങ്ങൾ അർപ്പിച്ച കുഞ്ഞുങ്ങളെ തലമുറയോടും സമൃദ്ധിയോടും സമാധാനത്തോടും ക്ഷേമത്തോടും കരുതണമേ. ഒന്നിനും മുട്ടില്ലാതെ ഈ ലോകത്തിൽ ആയുസ്സുലകാലത്തോളം നിന്റെ കുഞ്ഞുങ്ങളുടെ തലമുറകൾക്ക് നന്മയും കരുണയും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതുല്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. കർത്താവിന്റെ ആശീർവാദമെന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ. സകല ലോകത്തിന്റെയും പ്രത്യാശയും ധൈര്യവും ആശ്വാസവും അനുഗ്രഹവും ദൈവത്തിന് നിരന്തരമായ കാവലും സാന്നിധ്യവും അനുഗ്രഹവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും ആശീർവാദവും കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളെ നാം എല്ലാവരോടുകൂടെയും നമ്മുടെ കുടുംബങ്ങളോടുകൂടെയും നമ്മുടെ തലമുറകളോടുകൂടെയും ദേശത്തിന്റെ സൗഖ്യത്തോടുകൂടെയും സഭയുടെ ശുശ്രൂഷകളോടുകൂടെയും ഇന്നുമെല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ശുശ്രൂഷയുടെ മംഗളഗാനമായി ഗീതം 240 അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ എന്ന ഗീതം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ യഹോവയെ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെയും നമുക്ക് സമാധാനത്തോടു കൂടെ തന്നെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ഹോളി ട്രിനിറ്റി സഭാ കുടുംബത്തിലെ വാത്സല്യമുള്ള ദൈവജനം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. ഏതാനും മാസങ്ങളായി കോവിഡ് പ്രയാസങ്ങൾ മൂലം ദേവാലയത്തിൽ വരുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ട അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും സീനിയർ മെമ്പേഴ്സിന് നമ്മുടെ ഹോളി കമ്മ്യൂൺ സർവീസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഡിസംബർ മാസം 15-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് കൊച്ചിൻ മഹായുടെ അധ്യക്ഷൻ അഭിമന്യ തിരുമേനി ആ ശുശ്രൂഷയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നതാണ്. അതുകൊണ്ട് സാധിക്കുന്ന എല്ലാ സീനിയർ മെമ്പേഴ്സിനെയും ഈ ആരാധനയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. താല്പര്യമുള്ള സാധിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൽ വന്ന് സംബന്ധിക്കാവുന്നതാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെയും പ്രസ്തുത തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഇടവകയുടെ വർഷത്തെ കരോൾ ക്രിസ്തുമസ് ഗാന ശുശ്രൂഷകൾ നമ്മൾ പ്രാർത്ഥന നടത്തപ്പെടുന്നു. ദൈവമക്കൾ പ്രത്യേകിച്ച് പ്രാർത്ഥനയില്ല ശുശ്രൂഷകളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഭവനങ്ങൾ തോറുമുള്ള കരോൾ ഗാന ശുശ്രൂഷ വളരെ പരിമിതമായ രീതിയിൽ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. പ്രാവശ്യവും 2 ടീമുകളായി തിരിഞ്ഞ് അധികം നേരം വൈകാതെ തന്നെ ഭവനങ്ങൾ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി ഓരോ കുടുംബങ്ങളുടെ അനുവാദം ആവശ്യമാണ്.
കുടുംബങ്ങൾ സമ്മതിക്കുന്ന ഭവനങ്ങൾ മാത്രമേ വന്ന് ആ ശുശ്രൂഷ അർപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓർക്കുക, ഈ വരുന്ന ഞായറാഴ്ച 13-ാം തീയതി, ഇന്ന് മുതൽ 13-ാം തീയതി മുതൽ ഭവനങ്ങൾ തോറുമുള്ള കരോൾ സറണേഡിങ് ആരംഭിക്കുകയാണ്. സാധിക്കുന്ന മക്കൾ അനുവാദം തരുകയും കരോൾ സംഘത്തെ സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. കരോൾ സർവീസ്, പള്ളിയിലെ കരോൾ സർവീസ് 20-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ്. പള്ളിയിൽ വെച്ചുള്ള ഗായക സംഘത്തിന്റെ ഗാനവും കരോൾ ഗാന ശുശ്രൂഷയും 20-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക്. അന്ന് പ്രായഭേദമന്യേ ആരോഗ്യം അനുവദിക്കുന്ന എല്ലാവർക്കും ദൈവാലയത്തിൽ വന്ന് ആ ശുശ്രൂഷയിൽ പങ്കുചേരാവുന്നതാണ്. ആരോഗ്യ പ്രശ്നമുള്ളവരാരും ആരോഗ്യ പ്രശ്നമുള്ള പ്രിയപ്പെട്ടവര് മാറി നിൽക്കുകയും ശരീര സുഖമുള്ളവരും താല്പര്യമുള്ളവരും ഒക്കെയും ആ പ്രസ്തുത യോഗത്തിലേക്ക്, പ്രസ്തുത ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുന്നു. 24-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ദേവാലയത്തിൽ വെച്ച് കരോൾ ഗാന ശുശ്രൂഷ ഭാഗമായി തന്നെ ക്രിസ്മസ് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സാവകാശമുണ്ട്. പാട്ടുപാടാനോ സ്കിറ്റ് അവതരിപ്പിക്കാനോ ക്രിസ്മസ് ബന്ധപ്പെട്ട പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കൂടിയുണ്ട്. താല്പര്യമുള്ള ദൈവജനം കാര്യങ്ങൾ ക്രമീകരിക്കണമേ എന്ന് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കും. ഇത്തരം കാര്യങ്ങളാണ് പൊതുവെ സഭയെ അറിയിക്കാനുള്ളത്. അറിയിപ്പുകൾ മനസ്സിൽ ഓർമ്മിക്കുകയും വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്ത് ശുശ്രൂഷകളെ മംഗളകരമാക്കി തീർക്കുകയും ചെയ്യുന്ന ഓർമ്മിക്കുന്നു. ഇതെന്നെല്ലാവരും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.